ഒട്ടുമിക്ക ആളുകളും തന്നെ ടോണർ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ടോണർ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ? ഇന്നൊരു ആലോ കുക്കുംബർ ടോണറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാ തരം സ്കിന്നുള്ളവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ ടോണർ തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ടോണർ തയ്യാറാക്കാൻ കുക്കുംബർ, കറ്റാർ വാഴ, റോസ് വാട്ടർ, നാരങ്ങാ നീര് എന്നിവയാണ് ആവശ്യമുള്ളത്. ഇത് തയ്യാറാക്കി തുടങ്ങാം. ഇവിടെ ഒരു ചെറിയ കഷ്ണം കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായത് ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. കുക്കുംബറിന് ചർമ്മത്തെ നന്നായി കൂളാക്കാനുള്ള കഴിവുണ്ട്. ഇത് ചർമ്മത്തെ ആഴത്തിൽ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. ചർമ്മത്തിലെ സുഷിരങ്ങളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കും അമിത എണ്ണയും നീക്കം ചെയ്യാനും കുക്കുംബർ വളരെ നല്ലതാണ്. കുക്കുംബർ വെള്ളം ചർമ്മത്തെ ആവശ്യത്തിന് മോയിസ്ചറൈസ് ചെയ്യുകയും ചർമ്മത്തിലെ ഓയിൽ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെയാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കറ്റാർവാഴയുടെ അകത്തുള്ള ജെല്ല് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ജെല്ലെടുത്താൽ മതിയാകും. കറ്റാർവാഴ ചർമ്മത്തിന്റെ നാച്ചുറൽ pH തിരികെ കൊടുക്കും, മോയിസ്ചറൈസ് ചെയ്യുകയും ചെയ്യും. ചർമ്മ സുഷിരങ്ങൾ ടൈറ്റ് ആക്കും. മാത്രമല്ല സെൻസിറ്റീവ് കോമ്പിനേഷൻ ആയിട്ടുള്ള സ്കിന്നുകളിൽ വളരെ ഫലപ്രദവുമാണിത്. ഇതിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ഇതിന്റെ നീരാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. അലർജി ഉള്ളവർ പൂർണ്ണമായിട്ടും നാരങ്ങാ നീര് ഒഴിവാക്കുക. നാരങ്ങാ നീര് അമിത എണ്ണ നീക്കം ചെയ്യാൻ മികച്ച ഒന്നാണ്. നാരങ്ങാ നീര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് 2 സ്പൂൺ റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കണം. അമിത എണ്ണ നീക്കം ചെയ്യാൻ മാത്രമല്ല ചർമ്മകാന്തി കൂട്ടാനും റോസ് വാട്ടർ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കാം. ഇതുപോലെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുലുക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. മുഖത്ത് എല്ലായിടത്തും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇത് സ്വാഭാവികമായിട്ട് ഉണങ്ങാനായിട്ട് വിടുക. ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ നല്ല ഒരു ടോണർ തന്നെയാണിത്. അതുപോലെ തന്നെ മുഖക്കുരു, ആക്നെ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും ഈ ഒരു ടോണർ സഹായിക്കും. അപ്പൊ നിങ്ങളും ഈ ടോണർ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. ഓയിലി സ്കിന്നുള്ളവർക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോണറാണിത്. നാരങ്ങ ചിലർക്കൊക്കെ അലർജി ഉണ്ടാകും. അത്തരക്കാർക്ക് നാരങ്ങ ഒഴിവാക്കാവുന്നതാണ്. അല്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളും ഈ ടോണർ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.